രാമക്ഷേത്രം ഉയർന്നതോടെ വർഗീയത കുത്തിയൊഴുക്കുകയാണ് ബി.ജെ.പി. പല രീതികളിലും അവർ ഈ പ്രതിഷ്ഠ മുതലാക്കുകയാണ്. ഈ മുതലെടുപ്പിന്റെ ഭാഗമായി ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന മദ്രസകളിൽ ശ്രീരാമന്റെ കഥ സിലബസിന്റെ ഭാഗമാക്കാൻ നീക്കം നടക്കുകയാണ്. ഈ വർഷം മാർച്ചിൽ ആരംഭിക്കുന്ന സെക്ഷനിൽ പുതിയ പാഠ്യപദ്ധതി നടപ്പാക്കുമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ ഷദാബ് ഷംസിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യ ടുഡേ, ഡെക്കാൻ ഹെറാൾഡ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉത്തരാഖണ്ഡ് വിദ്യാഭ്യാസ ബോർഡിന്റെ മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള നവീകരിച്ച സിലബസ് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മദ്രസകളിൽ മാർച്ച് മുതൽ അവതരിപ്പിക്കുമെന്നാണ് വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് നബിയുടെ ജീവിതത്തോടൊപ്പം ശ്രീരാമന്റെ ജീവിതകഥ മദ്രസയിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ശ്രീരാമൻ പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങൾ അവരുടെ മതമോ വിശ്വാസമോ പരിഗണിക്കാതെ എല്ലാവരും പിന്തുടരേണ്ടതാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പേരിൽ ആരംഭിക്കുന്ന ആധുനിക മദ്രസകളിലാണ് NCERT സിലബസ് പഠിപ്പിക്കുക. ഉത്തരാഖണ്ഡിൽ വഖഫ് ബോർഡിന് 117 മദ്രസകളുണ്ട്. ബാക്കിയുള്ള 415 മദ്രസകൾ മദ്രസ ബോർഡിന് കീഴിലാണ് വരുന്നത്. ഏതായാലും മോദി പറഞ്ഞതിനപ്പുറം കടക്കാൻ കഴിയാതെ പല പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവരുണ്ട്. മോദി പ്രഭാവമാണ് ഏതു മേഖലകളിലും കാണുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്ര മന്ത്രിസഭ എത്തിയതും ദിവസങ്ങൾക്ക് മുൻപ് നാം കണ്ടതാണ്. നൂറ്റാണ്ടുകളായുള്ള ജനങ്ങളുടെ സ്വപ്നമാണ് മോദി നിറവേറ്റിയതെന്നാണ് മന്ത്രിസഭ അഭിപ്രായപ്പെട്ടത്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവമാണ് നടന്നത്. പ്രതിഷ്ഠ കാണാനായത് ജന്മാന്തരങ്ങളിലെ അപൂർവ ഭാഗ്യമാണ്. മുൻപ് ഏകാധിപത്യത്തിനെതിരെ രാജ്യത്തെ ജനങ്ങൾ ഒന്നിക്കുന്നതാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ശ്രീരാമന്റെ പേരിലുള്ള ജനമുന്നേറ്റം നവയുഗ പരിവർത്തനമാണ്. 1947 രാജ്യത്തിന്റെ ശരീരത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ജനുവരി 22 പ്രാണപ്രതിഷ്ഠയിലൂടെ രാജ്യത്തിന്റെ ആത്മാവ് സ്വതന്ത്രമായെന്നും മന്ത്രിസഭാ പ്രമേയം സൂചിപ്പിച്ച് മന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞിരുന്നു. രാമക്ഷേത്ര വിഷയത്തിൽ മോദിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വന്ന് 4 വർഷത്തിന് ശേഷം രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിന്റെ ആത്മീയ അനുഭവത്തിൽ നിന്ന് താൻ ഇപ്പോഴും വിറയ്ക്കുകയാണ്. രാമൻ ഒരു തർക്ക വിഷയമല്ല, ഒരു പരിഹാരമാണ്. ശ്രീരാമൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണെന്നാണ് മോദി പറഞ്ഞത്. രാമമന്ദിർ ബാബറി മസ്ജിദ് തർക്കത്തിലെ സുപ്രധാന വിധിയെ പരാമർശിച്ച് ഇന്ത്യൻ ജുഡീഷ്യറി നീതി ഉറപ്പാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി മോദി എടുത്തു പറഞ്ഞു. ശ്രീരാമന്റെ അസ്തിത്വത്തെ ചൊല്ലിയുള്ള നിയമയുദ്ധം ദശാബ്ദങ്ങളോളം നീണ്ടുനിന്നു. നീതി നടപ്പാക്കിയതിന് ഇന്ത്യയിലെ ജുഡീഷ്യറിയോട് ഞാൻ നന്ദി പറയുന്നു. ക്ഷേത്രപ്രവേശനത്തിന്റെ ചരിത്ര നിമിഷത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഇന്ത്യക്കാർ സങ്കീർണമായ ഭൂതകാലം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഇപ്പോൾ മുതൽ ഭാവി ശോഭനമായിരിക്കുമെന്നും മോദി ജനങ്ങളോട് ബോധിപ്പിച്ചു. എന്തൊക്കെയായാലും മറ്റു മതക്കാർ പോലും മോദിക്കിഷ്ടമില്ലാത്തത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഹിന്ദുത്വം തലയ്ക്ക് പിടിച്ച് നടക്കുകയാണ് മോദി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കാണാം പൂരം.